ചേട്ടാ, നിലവിൽ ഈ അഫാന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? നമ്മൾ അറിയിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മളെ മക്കളെയൊക്കെ പ്രായം വരുന്ന കുട്ടികളല്ലേ, 10-25 വയസ്സിനകത്തുള്ള നാട്ടിലെല്ലാവരോടും സംസാരിക്കുന്ന പ്രവർത്തകരനായിരുന്നു. നല്ല ഇടപെടലാണ്. ബാക്കിയുള്ള നമുക്കറിയില്ലേ, കുട്ടികളല്ലേ, അവര് വെളിയിലിറങ്ങുമ്പോ എന്താണ് വെളിയിൽ നടക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വളരെ നല്ല ഇതാണ്. ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി എന്തെങ്കിലും തർക്കങ്ങളുണ്ടായിരുന്നോ? നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. കണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ള ഒരു പകൽ സമയത്ത് എപ്പോഴെങ്കിലും കണ്ടോ നേരില്? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ സംഭവം നടക്കുന്നതിന് ഞങ്ങൾ അറിഞ്ഞ ഒരു 6-6:30 നമ്മളല്ലേ ഈ സംഭവം അറിയണം. നാട്ടുകാരൻ നിലയിൽ നിങ്ങൾ ഇവിടുത്തെ ഈ പേരുമേലുള്ള സംഭവമാണ് ആദ്യം അറിഞ്ഞത്, അല്ല ചുള്ളാളത്തുള്ളതാണോ? ഇവിടുത്തെ സംഭവമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇവിടെ വന്ന് ഇതുപോലെ സംഭവം നടന്നു, നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എന്ത് നടന്നു എന്ന് ഫോൺ കോൾ വരുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. ഉടനെ നിങ്ങൾ ഇവിടെ എത്തി. ഞങ്ങള് അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഇതുപോലെ. പിന്നെ കൂടെ ആദ്യം എത്തിയവനും 2-3 പേരുമാണ്. അപ്പൊ അവരാണ് ഇവിടെ ആദ്യം എത്തിയത്. നമ്മൾ 2-3 പേരാണ് ആദ്യം എത്തിയത്. പോലീസാണ്. പോലീസ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന് മൃതദേഹങ്ങൾ എവിടെയായിരുന്നു കിടന്നത്? മൃതദേഹം എവിടെയായിരുന്നു കിടന്നത്? അത് അകത്താണ്. മുറികളിലായിരുന്നു? അല്ലല്ല, ഓരോ റൂമിലാണെന്ന് തോന്നുന്നു. നമ്മളെ പോലീസ് അകത്ത് കയറ്റിയില്ല, അവരും കയറ്റിയില്ല. പോലീസ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നതുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കയറി വന്നതാ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പയ്യൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ 2 ബോഡി എടുത്തു. 2 ബോഡി എടുത്തപ്പോൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു 2 പേരെ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവർ പറഞ്ഞു 3 പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ പെൺകുട്ടിയെ കൂടെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ജീവനുണ്ടായിരുന്നു അല്ലേ? ചെറിയ അനക്കം ഉണ്ടായിരുന്നു. കൊണ്ടുപോകുന്നത് കണ്ടായിരുന്നു ഉമ്മയോട്? നമ്മൾ തന്നെ കയറ്റി വിട്ട് ആംബുലൻസ് വിളിച്ചത്. വന്നപ്പോ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ബാക്ക് സൈഡിലുണ്ടായിരുന്നു. അതിനുശേഷം 3 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർക്ക് ചെറിയ അനക്കം ഉണ്ടായിരുന്നു തോന്നുന്നു. ജനൽ പൊട്ടിച്ച അങ്ങനെയാണ് അവര് ചവിട്ടി പൊളിച്ചത്. അത് ഇവരൊന്നും അയലോക്കത്ത് നമ്മളൊക്കെ വന്നതിന് ശേഷമാണ് അവരും ഇറങ്ങിയത്. അവരും അറിയണുണ്ട്. പോലീസ് ഇപ്പൊ വന്നതിന് ശേഷമാണ് അയലോക്കാർ. ഈ അഫാന്റെ കൂടെയുള്ള പെൺകുട്ടികളെ നേരത്തെ കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. ഇവിടെയുള്ള കുട്ടിയാണെന്ന് അറിയാവോ? ഇല്ല, അറിയില്ല. കുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം മാതാപിതാക്കൾ ആരെങ്കിലും വന്നിരുന്നോ കുട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും? ഈ പറഞ്ഞ പോലെ പിന്നെ റൂമുകളും പിന്നെ ഗേറ്റും ഗേറ്റും പൂട്ടിയിട്ടാണ് ഇവൻ ഇത് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസ് വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ഗേറ്റ് അടിച്ച് പൊട്ടിച്ചിട്ടാണ് അകത്ത് കയറിയത്. അപ്പോഴും ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അഫാൻ കൊണ്ടുവന്ന പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അറിയാവോ? നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്. എത്ര മണിക്കാണ് നിങ്ങൾ ഇവിടെ അറിഞ്ഞ് ഇവിടെ എത്തിയത്? 6:15 ഞാനവിടെ വീട്ടിലിരിക്കുമ്പോഴാണ് അറിയാം. പോലീസ് ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ പോലീസ് വന്നിരുന്നു. നമ്മൾ അറിയുന്നതല്ലേ. ഇല്ല, അഫാൻ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം പോലീസ് വന്നതിന് ശേഷമാണ് ഇവിടെ ബാക്കിയുള്ളവർ അറിയുന്നത്. എല്ലാവരും അകത്ത് തന്നെ, വീടിനകത്ത് തന്നെയാണ് എല്ലാം. പിന്നെ റൂം അടിച്ച് റൂം പൂട്ട് പൊളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അടച്ച് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അരമണിക്കൂറോളം എടുത്തു ഈ പറഞ്ഞ റൂമിനകത്ത് കയറാൻ. ഗ്യാസ് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കിയതിനു ശേഷമാണ് അകത്ത് കയറുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലാരും അകത്തോട്ട് കയറിയില്ല. അത് അറിയില്ല. അത് കാമുകിയുടെ ഒരു പിന്നെ ബാപ്പായുമായ എന്നാണ് പറയുന്നത്. അവരെ നമുക്ക് കുറിച്ച് അറിയില്ല. ഡീറ്റെയിൽ ഇല്ല. ഇവരുടെ ബന്ധുക്കളൊക്കെ മറ്റു ബന്ധുക്കളൊക്കെ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ടോ? ഉണ്ട്, അടുത്തുണ്ട്. ഈ പയ്യന് ഒരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് ഇതുവരെ അറിവില്ല. ഈ അഫാൻ ഏതുവരെ പഠിച്ചിട്ടുള്ളതെന്നറിയോ? അഫാൻ BA പഠിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് പാസ്സായെന്ന് അറിയില്ല. പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയിരുന്നു. പിന്നെ വിദേശത്ത് പോയത്? വിദേശത്ത് പിന്നെ വിസിറ്റിംഗിൽ പോയതാ. പോയിട്ട് വന്നതിന് ശേഷം പിന്നെ അറിയില്ല. അടുത്തിനുള്ളിൽ തന്നെ. ഇത് മൂന്ന് സ്റ്റേഷൻ അതിർത്തിയാണ്. ഈ സംഭവം നടക്കുന്ന മൂന്ന് സ്റ്റേഷൻ അതിർത്തിയാണ്. പാങ്ങോട് സ്റ്റേഷന്റെ അതിർത്തിയിലാണ് ഈ വാപ്പുമായ കൊള്ളുന്നത്. ഈ പെൺകുട്ടിയുടെ വാപ്പായുമായി കൊല്ലുന്നത് നെടുമങ്ങാട് സ്റ്റേഷന്റെ അതിർത്തിയാണ്. നെടുമങ്ങാട് നല്ല പ്രായമുള്ള ആളല്ലേ? 88 വയസ്സുള്ള? 88ഓളം വയസ്സുണ്ട്. ഇടയ്ക്കൂടെ വരാറുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ട്, കൊണ്ടുവരാറുണ്ട്.
അതറിയില്ല. അരുൺ, ഈ പ്രധാനമായി ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്ന അത്തരത്തിലുള്ള ഒരു സംശയമാണ്, അത് സ്ഥിരീകരണമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ലത്തീഫും ഷാഹിദി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ബന്ധുക്കളാകാമെന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പ്രധാനമായും പങ്കുവെക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, അയാൾ 5 വർഷത്തോളമായി വിദേശത്താണ്. അദ്ദേഹം എങ്ങനെയാണ് എല്ലാവരോട്ടും ഇവിടെ വന്ന് കൂടുതൽ അങ്ങനെ വലുതായിട്ട് ഇവിടെ അറിയില്ല. ലത്തീഫ് ചേട്ടാ, ഈ ചുള്ളാളത്ത് സ്ഥലം വാങ്ങിച്ചു വെച്ചതാണ്. താമസിക്കുക. ചുള്ളാളത്ത് മരണപ്പെട്ടവർ ആരൊക്കെയാണ്? അത് ബാപ്പയുടെ സഹോദരനും ഈ പെൺകുട്ടിയുടെ വാപ്പായും ഉമ്മായും എന്നാണ് അറിയുന്നത്. അത് അങ്ങനെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ബാപ്പയും ഉമ്മയുമാണ് എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിന്റേതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഗൾഫിൽ നിന്നുള്ള വരുമാനങ്ങളും കുറവായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നുന്നു. ചികിത്സയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ഇല്ല. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ചികിത്സ അങ്ങനെ വലുതായിട്ടില്ല. വിദേശത്താണ്. വന്നിട്ട് തന്നെ ഇപ്പൊ 4-5 വർഷത്തിനകത്തായിരുന്നു. ഇടയ്ക്ക് ഇവര് പിന്നെ വിസിറ്റിംഗിൽ പോയായിരുന്നു. ഇവര് ഈ മക്കളും ഈ 2 മക്കളും ഉമ്മായും കൂടെ വിസിറ്റിംഗിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെയാണ് വിസിറ്റിംഗിൽ പോയത്. അല്ല, ഈ പിന്നെ കുട്ടികൾ മൂത്ത മകൻ ജോലിക്കൊന്നും പോയിട്ടില്ല. പഠിച്ചു കഴിഞ്ഞിട്ട് വിദേശത്ത് വിസിറ്റിംഗിൽ പോയിട്ട് വന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പോലീസ് വന്ന് പിന്നെ ഗേറ്റ് അടിച്ച് പൊട്ടിക്കുന്ന കേട്ടെന്നാണ് ഞാൻ അറിയുന്നത്. അരമണിക്കൂറോളം എടുത്ത് ആ വീട്ടിനകത്ത് കയറാം.